ചിപ്പു, ഇതാ നോക്ക്, ഇതൊരു പക്ഷിയാണ്, പക്ഷെ പറക്കുന്നില്ല. ഹിഹി, അത് ഡോഡോ ആണപ്പൂ. പറക്കാൻ കഴിയാത്തൊരു പക്ഷി. ഓ, പക്ഷിയായിട്ടും പറക്കാൻ പറ്റില്ലേ? അപ്പൊ ചിറകുകൾ എന്തിനായിരുന്നു? വളരെ നല്ല ചോദ്യം. നമുക്ക് നേരിട്ട് പോയി കണ്ടാലോ? ടൈം ട്രാവൽ. യേയ്! ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തു. മൗറീഷ്യസ് ദ്വീപ്, ഇയർ 1600. സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ അല്ലേ? റെഡി, 3 2 1 ഗോ. വാവ്, ഇതൊരു നേച്ചർ പാർക്ക് അല്ലേ? അതെ. മനുഷ്യർ വരുന്നതിന് മുമ്പ് ഈ ദ്വീപ് ഡോഡോയുടെ സ്വന്തം ലോകമായിരുന്നു. ഡോഡോ പക്ഷികൾ വളരെ വലുതും ഭാരം കൂടിയതുമായിരുന്നു. അയ്യോ, ഇതൊരു കുഞ്ഞു ഓസ്ട്രിച്ച് പോലെയല്ലേ? ചിറകുകൾ ചെറുതായിരുന്നു, അതിനാൽ പറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നടക്കാനും ഓടാനും വളരെ കഴിവുണ്ടായിരുന്നു. പഴങ്ങൾ, വിത്തുകൾ. കാടിന്റെ ഗാർഡനറായിരുന്നു ഡോഡോ. വിത്തുകൾ പടരാൻ ഇവ വലിയ സഹായം ചെയ്തു. അപ്പൊ ഡോഡോ ഇല്ലെങ്കിൽ കാടിനും ബുദ്ധിമുട്ടായിരുന്നോ? എക്സാക്ട്ലി. ഇത് എന്നെ പേടിക്കുന്നില്ല. കാരണം ഈ ദ്വീപിൽ ഡോഡോയ്ക്ക് ശത്രുക്കളില്ലായിരുന്നു. അതുകൊണ്ട് ഭയം എന്താണെന്ന് ഇവ പഠിച്ചിട്ടില്ല. അയ്യോ, അവിടെ മനുഷ്യർ! അവിടെ മനുഷ്യർ! മനുഷ്യർ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നത് നായകൾ, പന്നികൾ, എലികൾ. അവ ഡോഡോയുടെ മുട്ടകൾ നശിപ്പിച്ചു. ഡോഡോയ്ക്ക് ഒളിക്കാനും രക്ഷപ്പെടാനും സ്ഥലമില്ലാതായി. 1681 അവസാന ഡോഡോയും ഇല്ലാതായി. ചിപ്പു, ഒരു സ്പീഷീസ് ഇല്ലാതാകാൻ എത്ര കുറച്ച് സമയം മതിയല്ലേ? അതെ, അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. കൂട്ടുകാരെ, ഭൂമി മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. ഡോഡോയെ പോലെ ഇല്ലാതായ ഡൈനോസർ, വൂളി മാമത്ത് പോലുള്ള ജീവികളെ നിങ്ങൾക്കറിയാമോ? കമന്റ് ചെയ്യൂ. അടുത്ത യാത്ര നമുക്ക് എവിടേക്ക് പോകണം? ബൈ ബൈ.